പുതിയ പല്ല് പുറത്തേക്ക് വരാൻ അവസരമൊരുക്കാൻ പഴയ പല്ല് പൊരിച്ചു മാറ്റി കൊടുക്കണമെന്നുണ്ടല്ലോ. ആ പഴയ പല്ല് പൊരിച്ചു മാറ്റി കൊടുത്തില്ലെങ്കിൽ പുതിയ പല്ല് കൊന്ത്രം പല്ലാകും. അതുപോലെ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലുള്ള സർഗാത്മകത അത് പുറത്തേക്ക് ഒഴുകാനുള്ള അവസരങ്ങൾ ലഭ്യമാകാതിരിക്കുമ്പോൾ അവന്റെ സ്വഭാവം, അവന്റെ ജീവിതം മൃഗതുല്യമായി തീരും. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്? ഭക്ഷണം കഴിക്കാൻ മാത്രമാണെങ്കിൽ നമുക്ക് പോത്തോ എരുമയോ ആടോ പശുവോ പന്നിയോ പട്ടിയോ ആയിട്ട് ജനിച്ചാൽ പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ഭക്ഷണം കഴിച്ചാൽ വിസർജിക്കണം. വിസർജിക്കാനാണോ? വിസർജിക്കാനാണെങ്കിൽ എല്ലാ മൃഗങ്ങളും വിസർജിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് പുതിയ സന്താനങ്ങളെ സൃഷ്ടിക്കാനാണെങ്കിൽ എല്ലാ പക്ഷിമൃഗാദികളും സന്താനങ്ങളെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ഉറങ്ങാനാണെങ്കിൽ എല്ലാ പക്ഷിമൃഗാദികളും ഉറങ്ങുന്നുണ്ടല്ലോ. ഈ പ്രക്രിയ മാത്രം ചെയ്താൽ നമ്മൾ മനുഷ്യരാവുന്നില്ല. നമ്മൾ മനുഷ്യരാവുന്നത് എപ്പോഴാണ്? മനുഷ്യരാവുന്നത് ശരീരം മനസ്സിനെ നിയന്ത്രിക്കുമ്പോഴല്ല, മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. നമ്മുടെ സർഗാത്മകതയും നമ്മുടെ സാംസ്കാരിക ബോധവുമാണ് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. മനസ്സ് ഗുരുവും ശരീരം ലഘുവാകുമ്പോൾ നമ്മൾ മനുഷ്യരാവും. ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ ഞാൻ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണമെന്ന് അവരുടെ മനസ്സ് പറഞ്ഞപ്പോ അവരുടെ ശരീരം ഇങ്ങോട്ട് തിരിഞ്ഞു വന്നു. എന്നാൽ കുറച്ച് കുട്ടികൾ അവരുടെ ശരീരം പറയുന്നു എന്നെ പിൻഭാഗം കാണിച്ചിട്ടേ ഇരിക്കുകയാണ്, അതുകൊണ്ട് അവരെന്നെ പിൻഭാഗം കാണിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് അങ്ങോട്ട് വർത്തമാനം പറയുന്നു. അവരുടെ ശരീരം മനസ്സിനെ നിയന്ത്രിക്കുന്നു. മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ മനുഷ്യരായി, ശരീരം മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ മൃഗതുല്യരാകും. അതുകൊണ്ട് മനസ്സ് പറയുന്നിടത്തേക്ക് നിൽക്കാനുള്ള കൽപ്പ് നമുക്ക് വേണം. ഹൃദയത്തിന്റെ സർഗാത്മകത വിടർത്താനുള്ള കൽപ്പ് നമ്മൾക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത്. ഒരു പശുവിന് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ അത് നാട്ടുകാരുടെ മധ്യത്തിലാണെന്നോ തെരുവിലാണെന്നോ നോക്കാതെ അവിടെ തന്നെ വാലും ഒന്നിച്ച് മൂത്രയിക്കും, ചാണകമിടും, ഇല്ലേ? എന്നാൽ മനുഷ്യൻ അങ്ങനെ പറ്റില്ല. മനുഷ്യന്റെ ശരീരത്തോട് മനസ്സ് പറയാ അനങ്ങാണ്ട് കിടന്നോ മേലിങ്കോടല്ലേ എന്ന് പറയും. അനങ്ങാണ്ട് കിടന്നോ എന്ന് പറഞ്ഞിട്ട് ആ ശരീരത്തിന്റെ ചോദനകളെ പിടിച്ചു നിർത്തുവാനുള്ള കെൽപ്പ് മനസ്സിന്റെ ഭാവനകൾക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുക. അതിനപ്പുറത്തേക്ക് കടന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും പൂക്കൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ പൂക്കളെ നോക്കിയിട്ട് കണ്ണെത്താ ദൂരത്ത് കയ്യെത്തേണം, കയ്യെത്തും ദൂരത്ത് ചെന്നെത്തേണം, അത്തമ്പത്താടും മുറ്റത്തെ മുല്ലക്ക് ആ മുല്ലയെ കുറിച്ച് പാട്ടുപാടാൻ ആരും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും മഴവില്ലുണ്ടായിരുന്നു. ആ മഴവില്ലിനെ നോക്കിയിട്ട് 7 നിറങ്ങളുണ്ടെന്ന്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്ന് അതിന്റെ നിറങ്ങളെ എണ്ണുകയും 7 നിറങ്ങൾ എന്ന് പറയുകയും 7 നിറങ്ങളെ പറ്റി പറയുകയും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യാൻ ആ മഴവില്ലിനെ നോക്കിയിട്ട് മാരിവില്ലു പന്തലിട്ട് ദൂരചക്രവാളം മാടി മാടി വീലിക്കുന്നതറിഞ്ഞില്ലേ, പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളി തന്നെ എന്ന് പാടാൻ ആരും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പും വാഴയിലെ കാറ്റത്ത് ആന തലകുലുക്കും പോലെ ആടാറുണ്ടായിരുന്നു. റംസാൻ പിറയും കാത്തു നിൽക്കുന്ന ഉമ്മാന്റെ മടിയിൽ ഇരുന്നിട്ട് വാഴയില ആടുന്നത് കണ്ടിട്ട് ഒരു കുട്ടി ഉമ്മാനോട് ചോദിക്കുക, ആന്താ ഉമ്മ ഇങ്ങനെ ആടുന്നത്, ഇങ്ങനെ ആന തലകുലുക്കും പോലെ ആടുന്നതെന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ ഉമ്മയോടാ ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ആടുന്ന ആടിക്കോട്ടെ ഇരിക്കുന്ന അല്ലേ? എന്നാൽ ആ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ആകാശത്ത് ചന്ദ്രക്കല വടൻ പൂളി പോലെ അമ്പീലി പൊങ്ങുന്നു, കുലവാഴ കൈകളെ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാഴയിലൂടെ ആട്ടം കണ്ടിട്ട് തക്ബീറിന്റെ താളമാണ് മോനെ മോളെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉമ്മ ആ കുട്ടിയെ മൃഗീയ അവസ്ഥയിൽ നിന്ന് സർഗാത്മകതയിലൂടെ മാനവിക ബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സർഗാത്മകത നഷ്ടപ്പെട്ടു പോകുന്നതാണ് നിങ്ങളടക്കമുള്ള പുതിയ തലമുറ നേരിടുന്ന പ്രശ്നം. ഒരു പൂവിനെ കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു പാട്ട് കേട്ടാൽ ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാനിപ്പോ പാട്ട് പാടിയാണെങ്കിൽ താളത്തിനനുസരിച്ച് കൈയടിക്കുമായിരിക്കും, പക്ഷേ പാട്ടിന്റെ അർത്ഥത്തെ പറ്റി ചിന്തിക്കാറുണ്ടോ? സാഹിത്യം എന്ന വാക്കിനർത്ഥം ശബ്ദവും അർത്ഥവും സഹിതമാകുമ്പോഴാണ് സാഹിത്യം ഉണ്ടാവുന്നത്. പക്ഷേ പുതിയ തലമുറക്ക് ശബ്ദം മതി, അർത്ഥം വേണ്ട. പാട്ടുമതി, പാട്ടുമതി, സംഗീതം മതി. ആ പാട്ടിന്റെ അർത്ഥത്തിലേക്ക് പോകുന്നില്ല. സംഗീതം ഉപരിപ്ലവമാണ്, അതിന്റെ അർത്ഥം ആഴത്തിലുള്ളതാണ്. അപ്പൊ ഒരു പാട്ട് പ്ലസ് ആവുന്നത് അതിന്റെ സംഗീതവും അതിന്റെ അർത്ഥവും ചേരുമ്പോഴാണ് പാട്ട് പ്ലസ് ആവുന്നത്. ഞാനിപ്പോ ഒരു പാട്ട് പാടാം, ആ പാട്ടിന്റെ അർത്ഥം
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ പാടുക. ആ പാട്ടിന്റെ അർത്ഥം പറഞ്ഞു തന്നാൽ ഞാനിപ്പോ 2000 രൂപ തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പാടും, ആ പാട്ടിന്റെ അർത്ഥം പറഞ്ഞു തന്നാൽ 2000 രൂപ ഇപ്പൊ തരും. ഇവിടെ വന്നിട്ട് കൃത്യമായ അർത്ഥം പറയാം. പാടട്ടെ. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. മാംഗല്യം തന്തുനാനേന, ജീവിതം തുന്തനാനേന. ഇതിന്റെ അർത്ഥം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയാ, ഞാൻ 2000 രൂപ തരും. ആർക്കെങ്കിലും അറിയാമോ? ഇതാണ് നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നം. നിങ്ങൾക്ക് പാട്ടറിയാം, കലയറിയാം, ഒക്കെ അറിയാം. പക്ഷേ അതിന്റെ സർഗാത്മകമായിരിക്കുന്ന ആഴത്തിലേക്ക് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ കല ഉപരിപ്ലവമായി തീരും. കല പരഹിതമാവണം. കല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണ്ടേ? കല പരഹിതമാവണം. അത് കലാപരഹിതവുമാവണം. കലാപരമായി ഇഷ്ടമുണ്ടാവണം. അല്ലാതെ കേവലം പാവകളായിട്ട് ChatGPT-യുടെ പാട്ടുകൾ നമുക്ക് വേണ്ട. കമ്പ്യൂട്ടറിന്റെ പാട്ടുകളല്ല നമുക്ക് വേണ്ടത്. സർഗാത്മകതയുടെ ഒഴുക്കായിട്ടാണ് നമുക്ക് പാട്ടുകൾ വേണ്ടത്. ഇപ്പൊ ChatGPT-യോട് പറഞ്ഞാൽ ഒരു പാട്ടുണ്ടാക്കി തരാൻ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. അവർ പാട്ടുണ്ടാക്കി തരും. പക്ഷെ ആ പാട്ടിന് ആഴമുണ്ടാവില്ല, അതിന് ഹൃദയബന്ധം ഉണ്ടാവില്ല. അത് കേവലം ഉപകരണങ്ങൾ കൊണ്ടുള്ള ഒരു ഒച്ചപ്പാട് മാത്രമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ആ നവങ്ങളായി നിൽക്കുന്ന പ്രതിഭ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? നവോന്മേഷശാലിനി പ്രജ്ഞാ പ്രതിഭ. നവമായ ഉന്മേഷമുണ്ടാക്കുന്ന പ്രജ്ഞയാണ് പ്രതിഭ. ഒരു കുട്ടി അണ്ണാരക്കണ്ണനെ കണ്ടു. അണ്ണാരക്കണ്ണന്റെ വാലിന്റെ രോമം എണ്ണിയപ്പോ 90 വരെ എണ്ണാൻ അറിയൂ കുട്ടിക്ക്. രോമം ബാക്കി, എണ്ണം തീർന്നു, രോമം ബാക്കി. അപ്പൊ ആ കുട്ടി അണ്ണാരക്കണ്ണന് പേരിട്ടു 90 വാലൻ. അണ്ണാരക്കണ്ണനോട് കുട്ടി ചോദിക്കുക, അണ്ണാരക്കണ്ണ 90 വാല നീ ഇപ്പോഴെങ്ങോട്ടാ? നിങ്ങൾക്ക് ഏറ്റുപാടാൻ പറ്റുമോ? നിങ്ങൾ പാടുവോ? എന്നാ പാടുക. അണ്ണാരക്കണ്ണ 90 വാല നീ ഇപ്പോഴെങ്ങോട്ടാ? ഈ ഒച്ചത്ത് പാടാത്തത് ടോയ്ലറ്റ് പോവാൻ മുട്ടുന്ന കുട്ടികളാണ്. ഒച്ചത്ത് പാടാത്തത്. ടോയ്ലറ്റ് പോവാൻ മുട്ടുന്ന കുട്ടികളെ പാടാൻ നിർബന്ധിക്കണ്ട. ആരെല്ലാം നമുക്ക് നോക്കാം. ഒന്നും കൂടി പാടാം. അണ്ണാരക്കണ്ണ 90 വാല നീ ഇപ്പോഴെങ്ങോട്ടാ? അപ്പൊ അണ്ണാരക്കണ്ണൻ മറുപടി പറഞ്ഞു, ഞാൻ തമ്പുരാന്റെ നെല്ല് കൊയ്യാൻ പോണോ? അപ്പൊ ഉടനെ ചോദിക്കുക, തമ്പുരാൻ കണ്ടാ തല്ലൂല്ലേ? നിന്നെ തമ്പുരാൻ കണ്ടാ തല്ലൂല്ലേ? അപ്പൊ ഞാൻ കൈതക്കാട്ടിൽ തുള്ളുന്നു. കൈത നിനക്കെന്ത് തരും? കൈത ഒരു കെട്ട് പൂവ് തരും. കൈത പൂവ് നീ എന്നാർക്ക് കൊടുക്കും? എന്താ മുട്ടല് കൂടുന്നുണ്ടാ? പൂവ് നീ എന്നാർക്ക് കൊടുക്കും? പൂവ് ഞാൻ പൂവാലി പശുവിന് കൊടുക്കും. പൂവാലി പശു എന്ത് തരും? പൂവാലി പശു ഒരു കുന്തി ചാണകം തരും. ചാണകം നീ ആർക്ക് കൊടുക്കും? ചാണകം ഞാൻ വെറ്റിലച്ചെടിക്ക് കൊടുക്കും. വെറ്റിലച്ചെടി എന്ത് തരും? വെറ്റിലച്ചെടി ഒരു കെട്ട് വെറ്റില തരും. വെറ്റില നീ ഇന്നാർക്ക് കൊടുക്കും? വെറ്റില ഞാൻ മുത്തശ്ശിക്ക് കൊടുക്കും. മുത്തശ്ശി നിനക്കെന്ത് തരും? മുത്തശ്ശി കല്ലും മുള്ളും പെറുക്കി പായസം വെച്ച്. ഇവിടെയാണ് കവിത ഉത്ഭവിക്കുന്നത്. കല്ലും മുള്ളും പെറുക്കി പായസം വെക്കുവോ? അവിടെയാണ് അർത്ഥത്തിന്റെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പണ്ടത്തെ അരി നല്ല അരിയല്ല, കല്ലും മുള്ളൊക്കെ ഉണ്ടാവും. അത് പെറുക്കിയിട്ടാ പായസം വെക്കുക. അപ്പൊ കല്ലും മുള്ളും പെറുക്കി പായസം വെക്കുന്നത് മനസ്സിലായോ? പായസം കുടിക്കാൻ പ്ലാവിലയാ, സ്പൂണൊന്നുമില്ല. അപ്പൊ പായസം കുടിക്കാൻ പ്ലാവിലേക്ക് പോയപ്പോ പ്ലാവിലെ മലരൊച്ച്. അത് പാടാൻ പറ്റുന്നില്ല. പ്രശ്നം പാട്ട് പാടുമ്പോ കുറച്ച് ക്ലിഷ്ടമായ വരികൾ കേൾക്കുമ്പോ പാടുന്നില്ല. ഒച്ചിനെത്തോണ്ടാ കൊള്ളിക്ക് പോയപ്പോ കൊള്ളിമലുണ്ട് ചോര കഴുകാൻ കുളത്ത് പോയപ്പോ കുളത്തിലുണ്ടോ രാമ. അവനെ പിടിക്കാൻ പള്ളിക്ക് പോയപ്പോ വള്ളി കുടുങ്ങി കൊത്തിലിടും ഇതൊരു കുട്ടി
ഒരു അണ്ണാറക്കണ്ണനെ കണ്ടപ്പോ ആ കുട്ടിയുടെ മനസ്സിൽ വന്ന വിവിധ പ്രതിഭകളുടെ വളർച്ചയാണ്.